Hello students, welcome back to third sem BA English classes. Now we are going to start a new lesson, basic grammatical units or terms from your text English grammar and usage. This is your core textbook. ഓക്കെ, അപ്പോൾ ബേസിക് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് ഓർ ടേംസ് അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഫോം ക്ലാസ്സും ഫങ്ഷൻ ക്ലാസ്സും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യം വിട്ടുപോയതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ബേസിക് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ടേംസ്. എന്താണ് ബേസിക് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ഗ്രാമാറ്റിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അഥവാ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലാതെ തിയറി ആയിട്ട് വരികയാണെങ്കിൽ വാട്ട് ആർ ദ ബേസിക് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ് ഓർ വാട്ട് ആർ ദ ബേസിക് ഗ്രാമാറ്റിക്കൽ ടേംസ്, ലെവൽസ്, ലേബൽ, function. Which are the basic grammatical terms or terms in grammar? ഗ്രാമറിലെ ടേംസ് ഏതൊക്കെയാണ്? ലെവല്, ലേബല്, ഫങ്ഷൻ. ഓക്കെ, ലെവല്, ലേബല്, ഫങ്ഷൻ. ഇത് ടേംസ് ഇൻ ഗ്രാമർ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഇൻ ഗ്രാമറിനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ലെവല്, രണ്ട് ലേബല്, മൂന്ന് ഫങ്ഷൻ. ലെവലിൽ എന്തൊക്കെ വരും? ലെവലിൻ്റെ അണ്ടറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സൗണ്ട്, വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ്, സെൻറ്റൻസ്, പാരഗ്രാഫ്. എന്താണ് ലെവൽസ് അല്ലേ? ഏതൊക്കെ ലെവലിലുണ്ട്? സൗണ്ടുകളുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, വേർഡ്സുകളുണ്ട്, ഫ്രേസസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നത്. പിന്നെ പാരഗ്രാഫായി മാറും. സൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പെടും? വവൽസ്, കോൺസണൻസ് ഒക്കെ നിങ്ങൾ ട്രാൻസാക്ഷനിൽ പഠിച്ചിട്ടില്ലേ? വവൽസ്, കോൺസണൻസ്, ഡിഫ്തോങ്സ് ഒക്കെ പെടുന്നത്. വേർഡ്സോ കമ്പൈനിങ് സൗണ്ട്സ് വി ക്യാൻ ഗെറ്റ് വേർഡ്സ്. സൗണ്ടുകൾ കമ്പൈൻ ചെയ്താൽ വേർഡ്സ് ഉണ്ടാവും. ഫ്രേസസ് എന്താണ്? 2 or more words together with a phrase അല്ലേ? 2 or more words together with a phrase. രണ്ടോ അതിലധികമോ വേർഡ്സ് കൂടി ചേർന്നിട്ട് ഫ്രേസ് ഉണ്ടാവും. ഇൻ ദ മോർണിംഗ്, നിയർ ദ വെൽ. ഇതൊക്കെ എന്താണ്? ആ മീനിങ് ഉണ്ടാവും ചെയ്യും, കുറച്ച് വേർഡ്സ് കൂടി ചേർന്നതാണ്. പിന്നെ ക്ലോസസ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ദർ ആർ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ക്ലോസിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്. അപ്പോൾ ക്ലോസിന് ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ പറയാം, ദ ക്യാറ്റ് ചേസസ് ദ റാറ്റ്. ക്യാറ്റ് ചേസസ് ദ റാറ്റ്. അതിൽ സബ്ജക്റ്റ് ഏതാണ്? ദ ക്യാറ്റ് എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, ചേസസ് ദ റാറ്റ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. എവരി ലാംഗ്വേജ് മെയ്ഡ് അപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലേ? സെൻറ്റൻസ് എന്താണ്? നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും സെൻറ്റൻസ്. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് എ കംപ്ലീറ്റ് സെൻസ് അല്ലേ? സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു കംപ്ലീറ്റ് സെൻസ് തരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഐ ആം ഹാപ്പി അല്ലേ? അതാണ് അങ്ങനെയുള്ള ഏതും. ദ ക്യാറ്റ് ചേസസ് ദ റാറ്റ് സെൻറ്റൻസ് ആണ്. ഐ ആം എ ഗേൾ, ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ സെൻറ്റൻസ് ആണ്. പിന്നെ പാരഗ്രാഫ്, ഇതൊക്കെ ചേർന്നിട്ട് പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ലെവൽസിൽ പെടുന്നത്. ഇനി ലേബൽസിൽ എന്തൊക്കെയാണ് പെടുക? ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലെവൽ ഓഫ് വേർഡ്സിനെ നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ് ഇങ്ങനെയൊക്കെ തരംതിരിക്കും അല്ലേ? ഇതാണ് ലേബൽ. അതിനെങ്ങനെ നമ്മൾ ലേബൽ ചെയ്യും? സെക്കൻഡ് ലേബൽ അല്ലേ? ലേബൽ ചെയ്യുക എങ്ങനെയാണ് നോക്കിയിട്ടാണ് ലേബൽസ്. നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ. എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു വാക്ക് കണ്ടാൽ ഇത് നൗൺ ആണ് അല്ലേ? മുഹമ്മദ് പ്ലേയിങ് ഫുട്ബോൾ. അതിൽ നമ്മൾ സബ്ജക്റ്റ് മുഹമ്മദാണ്, ഇത് നൗണാണ്. അങ്ങനെ ലേബൽ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ? പിന്നെ മുഹമ്മദ് പ്ലേസ് ഫുട്ബോൾ. ഹീ ഈസ് വാച്ചിങ് ഹിസ് സിബ്ലിങ് അല്ലേ? അപ്പോൾ അവിടെ ഹീ ഈസ്, പിന്നെ മുഹമ്മദ് എന്ന് ഉപയോഗിച്ചിട്ടില്ല, പിന്നെ ഹീ ആണ് ഉപയോഗിച്ചത്. ഹീ ആണ് പ്രോനൗണ്. നൗണിന് പകരം വെക്കുന്നതാണ് എന്ത്? പ്രോനൗൺ. പ്രോനൗൺ റീപ്ലേസസ് എ നൗൺ. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ നൗൺ ഈസ് എ വേർഡ് ഓർ നെയിം ഓഫ് എ പേഴ്സൺ, തിങ് ഓർ പ്ലേസ്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ പേരാവാം, ഒരു സാധനത്തിൻ്റെ പേരാവാം, ഒരു പ്ലേസിൻ്റെ പേരാവാം. പ്രോനൗൺ replaces a noun.
അഡ്ജക്റ്റീവോ അഡ്ജക്റ്റീവ് വിച്ച് ഡിസ്ക്രൈബ്സ് എ നൗൺ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത് അഡ്ജക്റ്റീവ് അല്ലേ നൗണിന് ഷീല ഈസ് ബ്യൂട്ടിഫുൾ ഷീല ഈസ് ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ് ലുക്ക് ലൈക്ക് ജാസ്മിൻ അല്ലേ സോറി ആ ഒരു എക്സാമ്പിളായി നമുക്ക് യോജിക്കണതല്ല ദ ഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ പിന്നെ അങ്ങനെയുള്ള ഇതാണ് അഡ്ജക്റ്റീവ്സ് ഇനി വേർബ് എന്താണ് ഇറ്റ് ഈസ് എ വേർഡ് വിച്ച് ഷോസ് ആൻ ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് വിച്ച് ഷോസ് ആൻ ആക്ഷൻ ഒരു ആക്ഷനെ കാണിക്കുന്നതാണ് അല്ലേ ഷീ ടോക്സ് ലൗഡ്ലി അല്ലെങ്കിൽ എന്താണ് മുഹ്സിൻ ടോക്സ് ലൗഡ്ലി മുഹ്സിൻ ടോക്ക് ലൗഡ്ലി അപ്പോൾ അതിൽ ഏതാണ് വേർബ് ടോക്കാണ് അതിൽ വേർബ് ലൗഡ്ലി എന്നപ്പോൾ എന്താവും വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അതിൽ എന്താ അഡ്വേർബ് പറഞ്ഞാൽ വേർഡ് ദാറ്റ് മോഡിഫൈസ് വേർഡ് ദാറ്റ് മോഡിഫൈ വേർബിനെ വിശേഷിപ്പിക്കുക സ്പീക്ക് ഫ്ലുവൻ്റ്ലി സിങ്സ് സ്യൂറ്റ്ലി അല്ലേ സ്പീക്സ് ഫ്ലുവൻ്റ്ലി സിങ്സ് സ്യൂറ്റ്ലി എന്നൊക്കെ പറഞ്ഞതാണ് എന്ത് ഇതൊക്കെ വെർബിനെ ആ പണി അല്ലെ ആ പ്രവൃത്തി എങ്ങനെയാണ് സ്പീക്സ് ഹൗ സിങ്സ് സ്യൂറ്റ്ലി സ്പീക്സ് ഫ്ലുവൻ്റ്ലി ഇതൊക്കെയാണ് എന്ത് വേർബിനെ വിശേഷിപ്പിക്കുന്നത് ആഡ്വേർബുകൾ മറ്റതെന്താണ് അവൾ അങ്ങനെയാണ് ഷീസ് ടാൾ ഷീസ് ഗുഡ് ഷീസ് ഓണസ്റ്റ് ഇതൊക്കെ ഓണസ്റ്റ് ഗുഡ് എന്താണ് ബ്യൂട്ടിഫുൾ ഇതൊക്കെ ഒരു നൗണിനെ ഒരു പേരിനെ അല്ലേ ഡൽഹിനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അല്ലേ നൗണിനെ വിശേഷിപ്പിക്കുന്നത് വേർബിനെ വിശേഷിപ്പിക്കുന്നത് സ്പീക്സ് ഫ്ലുവൻ്റ്ലി സിങ്സ് സ്വീറ്റ്ലി സിങ്സ് വെരി വെൽ ഇതൊക്കെ എന്താണ് ആഡ്വേർബാണ് പിന്നെ കൺജങ്ഷൻസ് എന്താണ് കൺജങ്ഷൻസ് കണക്റ്റിംഗ് വേർഡ്സ് ആണ് ആൻഡ് ബട്ട് സോ ദാറ്റ് വേറെ വിച്ച് ഇതൊക്കെ എന്താണ് കണക്റ്റിംഗ് വേർഡ്സ് ആണ് കൺജങ്ഷൻസ് പ്രിപ്പോസിഷൻ എല്ലാവർക്കും അറിയാം ഇൻ ആൻഡ് ഓൺ അണ്ടർ ഓവർ ബിഹൈൻഡ് ഇതൊക്കെ എന്താണ് പ്രിപ്പോസിഷൻസ് ആണ് ഇതൊക്കെയാണ് ലേബലിൻ്റെ അണ്ടറിൽ പെടും അപ്പോൾ ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം വിച്ച് ആർ ദ ടേംസ് ഇൻ ഗ്രാമർ വിച്ച് ആർ ദ യൂണിറ്റ്സ് ഇൻ ഗ്രാമർ യൂണിറ്റ്സ് in grammar or terms in grammar divided into 3 which are the levels labels function under level sound word phrase clause sentence paragraph under the label noun pronoun adjective verb adverb conjunction preposition ഇനി എന്താണ് മൂന്നാമത്തത് ഫങ്ഷൻ അല്ലേ ഫങ്ഷൻ എന്താണ് ഫങ്ഷൻ നോക്കൂ എ വേർഡ് ഈസ് ലാബിൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻ അതിനെയാണ് ഫങ്ഷൻ എന്ന് പറയുക ഒരു വേർഡ് നമ്മൾ ലാബിൽ ചെയ്യും നൗണായിട്ട് ലാബിൽ ചെയ്യും അഥവാ നൗണിൻ്റെ ഫങ്ഷനാണ് എടുക്കുക അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ് എടുക്കുക അതുപോലെ പ്രോനൗണിൻ്റെ ഫങ്ഷനാണ് എടുക്കുക ഇങ്ങനെ ലാബിൽ ചെയ്യുന്ന ഈ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഈ സാധനങ്ങളൊക്കെയാണ് ഫങ്ഷൻ നിർവഹിക്കുന്നത് അതാണ് ഫങ്ഷൻ ഓക്കെ അങ്ങനെ 3 ലെവൽസ് ഉണ്ട് ലാബിൽ ഫങ്ഷൻ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫോം ക്ലാസ്സും ഫങ്ഷൻ ക്ലാസ്സും എന്തൊക്കെയാണ് ഫോം ക്ലാസ്സിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഫോം ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ ഫോം ക്ലാസ് എന്തൊക്കെയാണ് ഫോം ക്ലാസ്സിൻ്റെ പ്രത്യേകത ദേ ഹാവ് എ റീസണബിളി ക്ലിയർ ലെക്സിക്കൽ മീനിങ് ലെക്സിക്കലി ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീനിങ് ഉള്ള വേർഡ്സ് ആവും എപ്പോഴും ഫോം ക്ലാസ് ഏതൊക്കെയാണ് ഫോം ക്ലാസ്സിൻ്റെ അണ്ടറിൽ പെടുക ഏതൊക്കെയാണ് ഫോം ക്ലാസ്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ഉണ്ടാവും ഫോം ക്ലാസ് എന്തൊക്കെയാണ് ഫോം ക്ലാസ് നൗണ് വേർബ് അഡ്ജക്റ്റീവ് ആഡ്വേർബ് നൗണ് അല്ലേ വെർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആഡ്വേർബ് ഇതിനൊക്കെ ഒരു പ്രത്യേക മീനിങ് ഉണ്ടാവും ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷൻ ക്ലാസ് ഏതൊക്കെയാണ് ഫങ്ഷൻ ക്ലാസ് ഫോം ക്ലാസ്സിൻ്റെ വേറൊരു പേരാണ് എന്ത് കണ്ടൻറ്റ് ക്ലാസ് അതിൽ തന്നെ അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റുഡ് ആണ് ഫോം അല്ലേ അതിനൊരു കണ്ടൻറ്റ് ഉണ്ടാവും അതിനൊരു മീനിങ് ഉണ്ടാവും എയും ആനും ഇന്നും പോലെയാണോ നൗണും വെർബും അഡ്ജക്റ്റീവും ഒക്കെ സ്വീറ്റ്ലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞത് അതിനൊക്കെ ഒരു ലെക്സിക്കൽ മീനിങ് ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും ദേ ഹാവ് റീസണബിളി ക്ലിയർ ആൻഡ് ലെക്സിക്കൽ മീനിങ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് മറ്റതും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലിയർ ആവും പിന്നെ ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ഫോം ക്ലാസ് ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ് അപ്പോൾ ഇതെപ്പോഴും ഓപ്പൺ സെറ്റാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് എപ്പോഴും ഓപ്പൺ ആണ് LY അതിന് ഇട്ട് കൊടുക്കാൻ
എപ്പോഴും റെഡിയാണ്. ഹോണസ്റ്റ്, ഓണസ്റ്റ്ലി അല്ലേ, ഇതൊക്കെ എപ്പോഴും ടാൾ, ടാളർ, ടാളർ അല്ലേ, ഇതൊക്കെ എപ്പോഴും ഓപ്പൺ സെറ്റാണ്. ഏത് സമയം അതിൽ നിന്നും ന്യൂ വേർഡ്സ് ഉണ്ടാക്കുക. അതുകൊണ്ട് ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ദ ഫോം ക്ലാസ്, ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺസ്. എല്ലാ ഫോം ക്ലാസ് വേർഡ്സും എന്താണ്, ഓപ്പൺ സെറ്റാണ്. ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ദ ഫോം ക്ലാസ്. ഫോം ക്ലാസ്സിലേക്ക് ന്യൂ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നൗൺ ആയാലും വേർബ് ആയാലും അഡ്ജക്റ്റീവ് ആയാലും ആഡ്വേർബ് ആയാലും എന്താണ്, ഫോം ക്ലാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ദേ ഹാവ് ഈച്ച് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലക്റ്റഡ് ഫോംസ്, ഹെൻസ് പാരാഡിഗ്മാറ്റിക്. എന്താണ്, ഇതെപ്പോഴും ഒരു കംപ്ലീറ്റ് സെറ്റാണ്. ദേ ഹാവ് ഈച്ച് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലക്റ്റഡ് ഫോം. ഇതിനെപ്പോഴും ഒരു ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആട്ടോ. ഈ ചേഞ്ച്, ബോയ്, ബോയ്സ്, ബോയ്സ്, ഗോ, ഗോസ്, ഗോയിങ്, ഗോൺ, വർക്ക്, വർക്ക്സ്, വർക്കിംഗ്, വർക്ക്ഡ്, ഹൈ, ഹയർ, ഹയസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ ഇതിന് ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫോം ക്ലാസ് വേർഡ്സ്. ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്ടറൻസ്. ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്ടറൻസ്. ഇതിന് മിനിമം ഫ്രീ അട്ടറൻസ്, ഈ ഫോം ക്ലാസ് വേർഡ്സ് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കം ഹിയർ അല്ലേ, കം ഹിയർ, ഗെറ്റ് ഔട്ട്. മിനിമം ഫ്രീ, ചെറിയ വേർഡ്സിന് പോലും മിനിമം ഒരു മീനിങ് കിട്ടും, മിനിമം അട്ടറൻസ് കിട്ടും ചില സമയത്ത്. ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്ടറൻസ്. ദാറ്റ് യു അണ്ടർസ്റ്റുഡ്. പിന്നെ ട്രാൻസ്ലേഷൻ ഈസ് പോസിബിൾ ഫോർ ഇൻഡിവിജ്വൽ ഐറ്റംസിന് പോലും ട്രാൻസ്ലേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അതെന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഹിന്ദിയിൽ മാനിന് ഒരു വേർഡ് ഉണ്ടാവും, അറബിക്കിൽ മാനിന് വേറൊരു വേർഡ് ഉണ്ടാവും, ഇംഗ്ലീഷിൽ വേറെ വേർഡ്, ഫ്രഞ്ചിൽ വേറെ വേർഡ്, ചൈനീസിൽ വേറെ വേർഡ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. ഏതിൽ? ഫോം ക്ലാസ്സിൽ. അപ്പോൾ ഫങ്ഷൻ ക്ലാസ് നോക്കുക. ഇനി നമുക്ക് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ദേ ഡു നോട്ട് ഹാവ് ലെക്സിക്കൽ മീനിങ്. ഏതാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്? ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഓക്സിലറി, പ്രോനൗൺസ്, ഇൻ്റർജങ്ഷൻ, ഡിറ്റർമിനേഴ്സ്. ഓക്കെ, ആർട്ടിക്കിൾ എ ആൻഡ് ദ, അത് ഇത് സാധനങ്ങളൊക്കെ പറയണതിന് നമുക്ക് വേറെ വേർഡ് അതിന് തന്നെ കറസ്പോണ്ടൻ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. പ്രിപ്പോസിഷൻ, ഇതിനൊന്നും ഒരു ലെക്സിക്കൽ മീനിങ് ഇല്ല. ഡിക്ഷണറി നോക്കിയ ഒരു കറക്റ്റ് മീനിങ് ഇതിനൊന്നും ഇല്ല. ദേ ആർ ക്ലോസ്ഡ് സെറ്റ്. അതിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓക്സിലറി വേർബാണ്. ആമിങ് എന്നുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ആമിങ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. മാറാവുക എന്നല്ലാതെ ആമിങ് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ വേറെ ഏത് എടുത്താലും ഇന്നിങ് അല്ലേ, ഓണിങ്, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സെറ്റാണ്. നോ ന്യൂ വേർഡ്സ് ക്യാൻ ബി ആഡഡ് അല്ലേ, ന്യൂ വേർഡ്സ് കനോട്ട് ബി ആഡഡ്. ഓക്കെ, ദേ ഡു നോട്ട് ടേക്ക് ഇൻഫ്ലക്ഷൻ. ഒരിക്കലും ചേഞ്ചസ് സംഭവിക്കില്ല. അല്ലെങ്കിൽ ഡെറിവേഷൻ അഫിക്സസോ പ്രിഫിക്സസോ ഇതൊന്നും വെക്കാൻ ഒരിക്കലും എന്തിനു സാധിക്കൂല, ഫങ്ഷൻ ക്ലാസ് വേർഡ്സിന് സാധിക്കില്ല. ഇതെന്തിനാണ് സെൻറ്റൻസിൽ? ഇതെന്താണ് നിർവഹിക്കുന്നത്? ഗ്രമാറ്റിക്കൽ ഫങ്ഷൻസ് നിറവേറ്റുന്ന വേർഡ്സുകളാണ് ഈ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറഞ്ഞത്. നോ ഫുൾ സെൻറ്റൻസസ് പോസിബിൾ, ദാറ്റ് ഈസ് ദേ കനോട്ട് മേക്ക് ഫുൾ സെൻറ്റൻസസ് ബൈ ദംസെൽഫ്. ഒരിക്കലും മറ്റേൽ ഫോം ക്ലാസ്സിൽ എന്തുണ്ടായിരുന്നു? ദേ ക്യാൻ ഫോം മിനിമം ഫ്രീ അട്ടറൻസ്. അതിൽ മിനിമം അട്ടറൻസ് ചെറിയ വേർഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരിക്കലും ഫുൾ സെൻറ്റൻസ് ഇന്നും ഓൺ ഉപയോഗിച്ചിട്ട് ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. ദേ കനോട്ട് മേക്ക് ഫുൾ സെൻറ്റൻസസ് ബൈ ദംസെൽഫ്. ദേ കനോട്ട് മേക്ക് മിനിമം ഫ്രീ അട്ടറൻസ്. അതിൽ നിന്നും മിനിമം ഫ്രീ അട്ടറൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ട്രാൻസ്ലേഷൻ ഈസ് ഡിഫിക്കൽട്ട് വിത്ത് ഫങ്ഷൻ വേർഡ്സ്. ഇതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് തന്നെ വേറെ ലാംഗ്വേജിൽ വേർഡ് പോയി നോക്കിയാൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ഇനി ഓരോന്നും ഫോം ക്ലാസ്സിൽ ഓരോന്നും ഫങ്ഷൻ ക്ലാസ്സിൽ ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്താണ് നൗണ്? ഫോം ക്ലാസ്സിലെ ഫസ്റ്റ് ഏതാണ് വരുന്നത്? ഫോം ക്ലാസ്സിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക? നൗണ്, വേർബ്, അഡ്വേർബ്, അഡ്ജക്റ്റീവ്. അതിൽ നൗണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നൗണിൽ എന്തൊക്കെ ഉണ്ടാവും? അബ്സ്ട്രാക്റ്റ് നൗൺ ഉണ്ടാവും, കോൺക്രീറ്റ് നൗൺ ഉണ്ടാവും. അതൊക്കെ വിശദമായിട്ട് പിന്നെ പഠിക്കും. ഇപ്പം നൗണ് മാത്രമാണ് ജസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നത്. നൗൺ മീൻസ് നെയിം. ദിസ് ലേബൽ ഈസ് ഗിവൺ ടു ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, thing, idea or belief. Nouns are often preceded by the, a, and. Nouns answer the question who and what. ആര് എന്ത് എന്നുള്ളതിന് ആൻസർ നൽകുന്നതാണ് നൗണ്. അതിൻ്റെ കൂടെ മേ ബി, എയോ ആനോ, ദ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ദേ ക്യാൻ ബി ഫൗണ്ട് ഓൺ 3 ലെവൽസ്. ഇത് 3 ലെവൽസ് കാണാൻ പറ്റും. വേർഡ് ലെവൽ നൗൺ ഉണ്ട്, ഫ്രേസ് ലെവൽ നൗൺ ഉണ്ട്, ക്ലോസ് ലെവൽ നൗൺ ഉണ്ട്. ഓക്കെ,
അപ്പോൾ വേർഡ് ലെവൽ നൗണ് എന്താണ്? ദ ക്ലാസ് വെൻറ്റ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടു ദ സൂ. ഹൂ വെൻറ്റ് ഓൺ വാട്ട്? ടു ദ വാട്ട് എന്തിന് അല്ലേ? ദ ക്ലാസ് വെൻറ്റ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടു സൂ. ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ ഫീൽഡ് ട്രിപ്പിന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ആര് പോയി, എന്തിന് പോയി എന്നുള്ളത് എന്താണ്? നൗണാണ്. ഫ്രേസ് ഷീ എൻജോയ്സ് പ്ലേയിങ് ബേസ്ബാൾ. ഷീ എൻജോയ്സ് പ്ലേയിങ് ബേസ്ബാൾ. ബേസ്ബാൾ എന്നുള്ളത് എന്താണ്? ഫ്രേസ് നൗണാണ്. ബേസ്ബാൾ അതാണ് ഫ്രേസ് അല്ലേ? ഫ്രേസ് 3 ലെവൽസിലുള്ള. അടുത്തത് ക്ലോസിൻ്റെ ലെവലിലുള്ളതാണ്. എൻജോയ് വാട്ട് എന്നുള്ളതിനാണ് ആൻസർ കൊടുക്കുന്നത്. വാട്ട് എവർ യു വാണ്ട് ടു ഡു ഈസ് ഫൈൻ വിത്ത് മീ. വാട്ട് ഈസ് ഫൈൻ? അപ്പോൾ അതിൽ ആ നൗണായിട്ട് വരും. വാട്ട് എവർ യു വാണ്ട് ടു ഡു, നീ എന്ത് ചെയ്താലും എന്താണ്? എനിക്കത് നല്ലതാണ്. അപ്പോൾ അതിലെന്താണ് നൗണ്? വാട്ട് എവർ യു വാണ്ട് ടു ഡു. ഇതൊരു ക്ലോസിൻ്റെ രീതിയിലാണ് ഇവിടെ നൗണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് അതിലൊന്നും നിങ്ങൾ വെറീഡ് ആവണ്ട. അബ്സ്ട്രാക്ട് നൗൺ, കോൺക്രീറ്റ് നൗൺ, കളക്റ്റീവ് നൗൺ അതൊക്കെയാണ് കാര്യമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് പ്രോനൗൺ. Pronouns take the place of noun, which are called antecedents or pronouns. Therefore, pronouns also answer the question who and what. As diverse as they are, English pronouns are actually a lot less complicated than they used to be. Now that words like thou, thee, they, thy and thine are already considered archaic. Archaic ലാംഗ്വേജിലും കുറേ എന്താണ് നമ്മൾ പറയല്ലേ നീ എന്നുള്ളതിനും തീ എന്നൊക്കെ പറയല്ലേ, അത് മുമ്പ് ഷേക്സ്പിയർ ഒക്കെ ഉപയോഗിച്ച ലാംഗ്വേജാണ്. ചോസർ ഉപയോഗിച്ച ലാംഗ്വേജാണ് ഒക്കെ. അതാണ്. പ്രോനൗൺസ് ആർ വേർഡ് ലെവൽ കാറ്റഗറീസ് ഈവൻ ദോ ദേ ക്യാൻ ബി ഫൗണ്ട് ഇൻ ഫ്രേസ് ആൻഡ് ക്ലോസ്. അപ്പോൾ പ്രോനൗൺസ് എന്താണ് ഈ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് പ്രോനൗൺസ് നമുക്ക് തന്നെ അറിയാതാണ് പ്രോനൗൺസ് എന്നല്ലേ. സിംഗുലറും പ്ലൂരലും ഉണ്ട് പ്രോനൗണ്. ഏതൊക്കെയാണ്? ഇറ്റ്, ദേ. ഇറ്റ് സിംഗുലറാണ്, ദേ പ്ലൂരലാണ്. തേർഡ് പേഴ്സൺ പ്ലൂരലാണ് ദേ അല്ലേ. നമ്മൾ അക്കാഡമിക്കിലും പഠിച്ച് തേർഡ് പേഴ്സൺ പ്ലൂരലാണ് എപ്പോഴും നല്ലത്, നല്ല നിഷ്പക്ഷമായിരിക്കും അല്ലേ. പിന്നെ മെയില് ഫീമെയിൽ, ഹീയും ഷീയും. ഹീ ഷീ പ്രോനൗൺ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഷീല ഉപയോഗിച്ചാൽ വീണ്ടും നമ്മൾ ഷീല എന്ന് എഴുതൂല. അതിന് പകരം നമ്മൾ എന്ത് എഴുതുള്ളൂ? ഹീ അല്ലെങ്കിൽ ഷീന്ന് എഴുതുള്ളൂ അല്ലേ. മുഹസിൻ എന്നാണെങ്കിൽ എന്ത് എഴുതുള്ളൂ? ഹീന്നേ എഴുതുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ്, റിഫ്ലക്സീവ്. ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് ആവുമ്പോൾ ഹീ, ഒബ്ജക്റ്റീവ് ആവുമ്പോൾ ഹിം. സബ്ജക്റ്റീവ് അവൻ അല്ലേ, അവൻക്ക് ഹിം, ഹിസ്. പിന്നെന്താണ്? പൊസസീവ്, റിഫ്ലക്സീവ് ഹിംസെൽഫ് അല്ലേ. റിഫ്ലക്സീവ് പ്രോനൗണാണ് ഹിംസ്. ഇതൊക്കെ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കൂട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. പിന്നെ പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമുക്കറിയാലേ. ഐ, യു, ഹീ, ഷീ, ഇറ്റ്. ഐ ഞാൻ, നീ, നിനക്ക്. ഹീ, ഷീ, ഇറ്റ് അല്ലേ. അതാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും. ഹീ, ഷീ, ഇറ്റ് എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ. സെക്കൻഡ് ഞാൻ, നീ, അവൻ അല്ലേ. അതാണ് 3 പേഴ്സൺസ്. ഓൾസോ പ്രോനൗൺസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. പേഴ്സണൽ, ഇൻഡെഫിനിറ്റ്, ഇൻ്ററോഗേറ്റീവ്, റിലേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്. നോക്കൂ, പ്രോനൗൺസിനെ ഡിവൈഡ് ചെയ്തത് ഏതൊക്കെ രീതിയിലാണ്? പേഴ്സണൽ പ്രോനൗൺസ് ഐ, യു, ഹീ, ഷീ, ഇറ്റ്, ദേ, വി എക്സെട്ര. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എനിബഡി, സംവൺ, ഈച്ച്, എവരി. ഇത് കുറേ ഉണ്ട് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. എനിബഡി ആരെയെന്നൊരു ഡെഫിനിറ്റ് അല്ല. സംവൺ ആരോ, ആരാണെന്ന് അറിയില്ല, അതും എന്താണ്? പ്രോനൗണാണ്. ഈച്ച്, എവരി വൺ. ഇതൊക്കെ. ഇൻ്ററോഗേറ്റീവ് ഹൂ, വാട്ട്, വിച്ച്. റിലേറ്റീവ് ദാറ്റ്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ്. ഡെമോൺസ്ട്രേറ്റീവ് ദിസ്, ദാറ്റ്, ദിസ്. ഓക്കെ. പ്രോനൗൺസിന് ഇങ്ങനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൗണും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ലാബൽസ് അല്ലേ. എന്തൊക്കെയാണ് ഗ്രമാറ്റിക്കൽ ലാബൽസ് അല്ലെങ്കിൽ ഗ്രമാറ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഗ്രമാറ്റിക്കൽ യൂണിറ്റ്സിൽ എന്തൊക്കെ പെടും? ഗ്രമാറ്റിക്കൽ ലാബൽസിൽ ലെവല്, ലേബല്, ഫങ്ഷൻ. ലെവലിൽ ഏതൊക്കെയാണ് പെടുക? ലേബലിൽ ഏതൊക്കെയാണ് പെടുക? ഫങ്ഷനിൽ ഏതൊക്കെയാണ് പെടുക? ലെവലിൽ എന്തൊക്കെയാണ് പെടുക?
സൗണ്ട്, വേർഡ്സ്, ഫ്രേസ്, ക്ലോസ്, സെൻറ്റൻസ്, പാരഗ്രാഫ്സ്. ഓക്കെ. ലേബലിലോ നൗണും പ്രോനൗണും അഡ്ജക്റ്റീവും വേർബ്, ആഡ്വേർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ. ഫങ്ഷൻ ആവുമ്പോഴാണ് പിന്നെ എന്ത് ഫങ്ഷൻ ആണോ അത് നിറവേറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഒരു എക്സാമ്പിൾ. ദ വേർഡ് ലൈറ്റ് ഇറ്റ് ക്യാൻ ഫങ്ഷൻ ഓൾ ദിസ് ആസ് ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഹിയർ. നോക്കൂ, സ്വിച്ച് ഓൺ ദ ലൈറ്റ്, സ്വിച്ച് ഓൺ ദ ലൈറ്റ്, ലൈറ്റ് ഇടാനാണ് പറയുക. അപ്പോൾ അവിടെ ലൈറ്റ് നൗണായിട്ടാണ് വന്നത്. നെക്സ്റ്റ് എന്താ വന്നത്? പ്ലീസ് ഡു നോട്ട് ലൈറ്റ് യുവർ സിഗർ ഹിയർ. പ്ലീസ് ഡു, നിൻ്റെ സിഗരറ്റ് ഇവിടുന്ന് കത്തിക്കരുത്. അവിടെ വെർബായിട്ടാണ് ലൈറ്റ് വന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 11 ഒരു ബോക്സിൽ കാണാൻ പറ്റും ലൈറ്റ് എന്നുള്ള വേർഡിന് ഡിഫറെൻറ്റ് യൂസേജസ്. പിന്നെ ദ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ലൈറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ടാണ് ലൈറ്റാണ് എന്ന് പറഞ്ഞത്, അതുകൊണ്ട് അത് അഡ്ജക്റ്റീവാണ്. പിന്നെ ഹിസ് ഷർട്ട് വാസ് ലൈറ്റ് ബ്ലൂ, പിന്നെ ഷർട്ട് ലൈറ്റ് ബ്ലൂ ആണ്. ആക്ച്വലി ദ ഷർട്ട് ലൈറ്റ് ബ്ലൂ, ബ്ലൂ എന്നുള്ളത് അവിടെ അഡ്ജക്റ്റീവാണ്. അപ്പോൾ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുകയാണ് ലൈറ്റ് എന്ന് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായി, ഈ ഒരു വാസ്, ഷർട്ട് വാസും ഉണ്ടല്ലോ, വാസ് ലൈറ്റ് എന്നുണ്ടല്ലോ. അപ്പോൾ അത് വേർബിനെ വിശേഷിപ്പിക്കായതുകൊണ്ട് ഇവിടെ ലൈറ്റ് ആഡ്വേർബായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോം ക്ലാസ്സും ഫങ്ഷൻ ക്ലാസ്സും. ഫോം ക്ലാസ്സിലെ വേർഡ്സ് നൗണ്, ഫോം ക്ലാസ്സിൽ ഏതൊക്കെയാണ് പെടുക? നൗണ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, വെർബ്. ഇതാണ് ഫോം ക്ലാസ്സിൽ പെടുക. ഫങ്ഷൻ ക്ലാസ്സിൽ ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഓക്സിലറി, പ്രോനൗണ്, ഇൻ്റർജങ്ഷൻസ്, ഡിറ്റർമിനേഴ്സ്, ഇതൊക്കെ ഫങ്ഷൻ ക്ലാസ്സിൽ പെടും. ഇനി നമ്മൾ ഫോം ക്ലാസ് മാത്രം, അതിൻ്റെ ക്യാരക്ടറാണ് പിന്നെ പറഞ്ഞത്. ലെക്സിക്കൽ മീനിങ് ഉണ്ടാവും, വേർഡ്സ് ക്യാൻ ബി ആഡഡ് ആണ്, കംപ്ലീറ്റ് സെറ്റാണ്, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലക്റ്റഡ് ഫോംസ് കിട്ടും. എപ്പോഴും എന്താണ്? ഓപ്പൺ സെറ്റാണ് അല്ലേ. കംപ്ലീറ്റ് സെറ്റ് ചേഞ്ചസ് ഉള്ള വേർഡ്സ് കിട്ടും. പിന്നെ മിനിമം ഫ്രീ അട്ടറൻസ് ഉണ്ടാക്കാൻ പറ്റും. ട്രാൻസ്ലേഷൻ ഈസ് പോസിബിൾ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. പിന്നെ ഫങ്ഷൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഡു നോട്ട് ഹാവ് ലെക്സിക്കൽ മീനിങ്, ദേ ആർ ക്ലോസ്ഡ് സെറ്റ്സ്, ന്യൂ വേർഡ്സ് കനോട്ട് ബി ആഡഡ്. പിന്നെ ദേ ഡു നോട്ട് ടേക്ക് ഇൻഫ്ലക്ഷൻ അല്ലേ. ഇൻഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡെറിവേഷണൽ അഫിക്സ് ഉണ്ടാക്കാൻ സാധിക്കൂല. ഡെറിവേഷണൽ അഫിക്സും പ്രിഫിക്സും ബാക്കിലും മുന്നിലൊന്നും ചേർക്കാൻ പറ്റൂല എന്ന്. ഇൻഡിഫറൻറ്റ്, ഇന്ന് മുന്നിൽ ചേർത്ത് കൊടുത്ത് അല്ലേ. അതുപോലെ എന്താണ്? ഹോണസ്റ്റിലി, LY അവസാനത്തിൽ ചേർത്ത് കൊടുത്ത്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഒരിക്കലും ഫങ്ഷൻ വേർഡ്സിനോട് സാധിക്കൂല. പിന്നെ ഒരിക്കലും ഫുൾ സെൻറ്റൻസ് പോസിബിൾ ആവില്ല, ട്രാൻസ്ലേഷന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഇനി പഠിക്കാൻ പോവാണ് ഫോം ക്ലാസ് വേർഡ്സിനെ കുറിച്ചിട്ട്. ഫോം ക്ലാസ് വേർഡ്സിൽ നൗണ്, പ്രോനൗണ്. അതിൽ എന്താണ് ഫോം ക്ലാസ് വേർഡ്സിൽ നൗൺ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ, ബിലീഫ്. ഓക്കെ. പ്രോനൗൺ രണ്ടാമത് പഠിച്ചത്. നൗണിന് പകരം വെക്കുന്നതാണ് പ്രോനൗണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡ്ജക്റ്റീവ് പഠിക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു ഓൾ.